നമസ്കാരം. മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി വി.ഡി. സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നാണം കെട്ട കലാപരിപാടികൾ കണ്ട് മൂക്കത്ത് വിരൽ വെച്ചിരിക്കുകയാണ് കേരളത്തിലെ വോട്ടർമാർ. UDFന് വോട്ട് ചെയ്തത് അബദ്ധമായോ എന്നവർ ചിന്തിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം അത്രയ്ക്ക് നാണം കെട്ട കളികളാണ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് സതീശൻ പറയുന്നു, മറുവശത്ത് സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫ്ലക്സുകൾ വയ്ക്കുന്നു, ആത്മഹത്യാ ഭീഷണികൾ മുഴക്കുന്നു. പക്ഷേ ഇതിനെയൊന്നും വിലക്കാൻ സതീശൻ തയ്യാറല്ല. അതിൽ നിന്നു തന്നെ മനസ്സിലാക്കാം ഈ മുറവിളികളുടെയൊക്കെ പിന്നിൽ ആരാണെന്നുള്ള കാര്യം. സതീശൻ്റെതായ ഒരു അഭിമുഖം ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. When Narendra Modi became the chief minister, what was his administrative experience? He was a party organizer, not even a senior parliamentarian. So our vision is very important. This is, I used to say to my business friends that this is just like doing business also. That we should have a plan. We have to, the main thing is the team building. Team building is very important. To selection of the right people around you, that shows your leadership. Then the project implementation. Then the marketing. The business people are marketing their products. We are marketing ourselves. When Narendra Modi became the chief minister, what was his administrative experience? He was a party organizer, not even a senior parliamentarian. So our vision is very important. This is, I used to say to my business friends, that this is just like doing business also, that you should have a plan. We have to, the main thing is the team building. Team building is very important. To select the right people around you, that shows your leadership. Then the project implementation, then the marketing. The business people are marketing their products. The business people are marketing their products. We are marketing ourselves. ഇങ്ങനെയാണ് ഇംഗ്ലീഷിലുള്ള ആ അഭിമുഖത്തിൽ സതീശൻ പറയുന്നത്. അതായത് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണപരിചയം എന്തായിരുന്നു? അദ്ദേഹം പാർട്ടിയുടെ സംഘാടകൻ മാത്രമായിരുന്നു, അല്ലാതെ സീനിയറായ ഒരു നേതാവ് പോലുമായിരുന്നില്ല. നമ്മുടെ കാഴ്ചപ്പാടാണ് പ്രധാനം. ഇക്കാര്യം ഞാൻ എൻ്റെ ബിസിനസ്സുകാരായ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്. ബിസിനസ് പോലെയാണ് രാഷ്ട്രീയം. നമുക്കൊരു പദ്ധതി ഉണ്ടായിരിക്കണം. ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് പ്രധാനമാണ്. ശരിയായ ആൾക്കാരെ ആ ടീമിൽ തിരഞ്ഞെടുക്കുന്നതാണ് നിങ്ങളിലുള്ള നേതൃപാടവം. ബിസിനസ്സുകാർ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ വിൽക്കുന്നു. ഇതാണ് വി.ഡി. സതീശൻ പറഞ്ഞതിൻ്റെ പരിഭാഷ. നോക്കൂ, ഈ വാചകങ്ങളിൽ പതിയിരിക്കുന്ന അപകടം. സതീശൻ സ്വയം താരതമ്യം ചെയ്യുന്നത് നരേന്ദ്രമോദിയെയാണ്, അല്ലാതെ സിദ്ധരാമയ്യയെയോ രേവന്ത് റെഡ്ഡിയെയോ ഒന്നുമല്ല. സതീശൻ പറയുന്നത് നരേന്ദ്രമോദി ഒരു പാർട്ടിയുടെ സംഘാടകനായിരുന്നു, അദ്ദേഹം ഒരു പാർലമെന്റേറിയൻ പോലും ആയിരുന്നില്ല എന്നാണ്. അവിടെയാണ് സതീശന് തെറ്റുപറ്റിയത്. അതായത് നരേന്ദ്രമോദി പ്രതിനിധീകരിക്കുന്നത് RSSനെയും BJPയെയുമാണ്. RSSൻ്റെയും BJPയുടെയും സംഘടനാ സംവിധാനം കേഡർ രീതിയിലുള്ളതാണ്. ആ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായി വരുന്നയാളുടെ ചുമതല ആ പാർട്ടിയുടെ നയം നടപ്പിലാക്കുക എന്നുള്ളതാണ്. നരേന്ദ്രമോദിക്ക് ഒരു ദിവസത്തെ പോലും ഭരണപരിചയമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിൽക്കുന്നത് RSSും BJPയുമാണ്. അവരുടെ നേതൃത്വം പറയുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന് ഭരിച്ചാൽ മതി. VS അച്യുതാനന്ദനുമായും തന്നെ വി.ഡി. സതീശൻ താരതമ്യം ചെയ്തിട്ടുണ്ട്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും അദ്ദേഹം ഭരിക്കുന്നത് CPMൻ്റെ നിർദ്ദേശമനുസരിച്ചാണ്. പാർട്ടി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ് അച്യുതാനന്ദൻ ചെയ്തത്. അടുത്തതായി സതീശന് പറ്റിയ മറ്റൊരു തെറ്റ്, അത് രാഷ്ട്രീയ പ്രവർത്തനത്തെ കച്ചവടവുമായി താരതമ്യം ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു കാഴ്ചപ്പാട് വേണം. ചുറ്റുമുള്ള ആളുകളാണ് പ്രധാനം. ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കണം. കച്ചവടക്കാർ അവരുടെ ഉൽപ്പന്നങ്ങളെ വിൽക്കുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ വിൽക്കുന്നു. ഇങ്ങനെയാണ് സതീശൻ പറയുന്നത്. ഇത് ഏറ്റവും വികലവും ഭീകരവുമായ കാഴ്ചപ്പാടാണ്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുന്നെങ്കിൽ അയാളെ മുഖ്യമന്ത്രിയാക്കുന്നത് പാർട്ടിയാണ്. ആ പാർട്ടിയുടെ നയങ്ങളാണ് സതീശൻ നടപ്പിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഒരു ബിസിനസ്സായാണ് താൻ രാഷ്ട്രീയ പ്രവർത്തനത്തെ കാണുന്നത് എന്നാണ് സതീശൻ പറയുന്നത്. സതീശൻ മുഖ്യമന്ത്രിയായാൽ തൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നടപ്പിലാക്കേണ്ടത് പാർട്ടി നയമാണ്. സതീശൻ മുഖ്യമന്ത്രിയായാൽ തന്നെ ആദ്യം നടപ്പാക്കേണ്ടത് പാർട്ടി പ്രഖ്യാപിച്ച 5 നയങ്ങളാണ്. പക്ഷേ സതീശൻ്റെ കണ്ണിൽ എല്ലാം വ്യക്തി കേന്ദ്രീകരണങ്ങളായ കാഴ്ചപ്പാടുകളാണ്. അദ്ദേഹം സ്വയം വിലയിരുത്തുന്നത് തന്നെ ഒരു ബിസിനസ്സുകാരനായിട്ടാണ്. സതീശൻ പറഞ്ഞതിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം ബിസിനസ്സുകാർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ വിൽക്കുന്നു എന്നാണ്. അതായത് സതീശൻ തന്നെ ആർക്കോ വിറ്റുകഴിഞ്ഞിരിക്കുന്നു എന്ന്.
ആ കച്ചവടം ഉറപ്പിക്കാനാണോ സ്വർണ്ണക്കടത്ത് കേസിൽ SIT ചോദ്യം ചെയ്ത് വിട്ടയച്ച ആളോടൊപ്പം ചാർട്ടേഡ് വിമാനത്തിൽ മംഗളൂരുവിൽ പോയി NDAയുടെ ഘടകകക്ഷി നേതാക്കളെ കണ്ടത്? അറിയാതെയാണെങ്കിലും താൻ ചെയ്തത് തന്നെയാണ് സതീശൻ പറഞ്ഞത്. ഇതുപോലൊരു നേതാവിനെ എങ്ങനെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയായി കാണാൻ കഴിയുന്നത്? ജനങ്ങൾ ചിന്തിക്കണം, ഈ കാണിക്കുന്നതൊക്കെ PR വർക്കുകളാണ്. VS അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിക്കും ഒന്നുമില്ലാത്ത എന്ത് വ്യക്തിപ്രഭാവവും നേതൃപാടവവുമാണ് VD സതീശനുള്ളത്? ഇന്നലത്തെ മഴയിൽ കിളിർത്ത വെറുമൊരു തകര, അത് മാത്രമാണ് സതീശൻ. അഭിമുഖത്തിൽ സതീശൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു ടീമിനെ വാർത്തെടുത്തു. അവർ അദ്ദേഹത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നു. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി ഭരണത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് നമ്മൾ ഇതുവരെ മുക്തരായിട്ടില്ല. സമാനമായ മറ്റൊരു ഭരണം കൂടി താങ്ങാനുള്ള കെൽപ്പും ക്ഷമയും കേരളത്തിലെ ജനങ്ങൾക്കുമില്ല. അതോർത്താൽ എല്ലാവർക്കും നല്ലത്.